മട്ടൻ ലിവർ അല്ലേ? ലിവർ, മട്ടൻ ചുക്ക, മട്ടൻ കറി, മട്ടൻ എല്ല് കറിയും കൂടെ ഉണ്ട്, മുട്ട, സാലഡ്. ഒരു മട്ടൻ പ്രേമിയായ എന്നെ അത്ഭുതപ്പെടുത്തിയ സാപ്പാട് മട്ടൻ സാപ്പാട്. ഉച്ചയ്ക്ക് 12:30 കയറി ചെന്ന് ഞാൻ കണ്ടത് ആവി പറക്കുന്ന ചോറും മട്ടൻ്റെ സ്പെഷ്യൽസും, മട്ടൻ ചുക്ക കറി, ലിവർ, ബ്രെയിൻ, പിന്നെ മട്ടൻ്റെ ബ്ലഡൊക്കെ മിക്സ് ചെയ്ത ഒരു ലിവർ പെരട്ട്. എന്നെ ഏറെ ആകർഷിച്ചത് ആദ്യം ആ കടയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും കഴിച്ചിട്ടേ അവിടെ വരുന്നവർക്ക് ആഹാരം വിളമ്പുകയുള്ളൂ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു എനിക്ക് രുചിക്കാൻ പറ്റിയത്. ഈ കടയുടെ ഓണർ ലിംഗദുര അണ്ണൻ തെങ്കാശിയിൽ 35 കൊല്ലം മുന്നേ ഓരോ ദിവസവും പല പല ചന്തകളിൽ ചെന്ന്, അതായത് ദിവസ ചന്തയിൽ ചെന്ന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. ലിംഗദുര അണ്ണൻ 35 കൊല്ലമായി ഈ കട തുടങ്ങിയിട്ട്, അതും ചന്തയിൽ തന്നെ തുടങ്ങി. ചന്തൈ മട്ടൻ എന്ന് പറഞ്ഞാൽ തെങ്കാശിയിൽ ഫേമസ് ആണ്. ഇനി ലൊക്കേഷനാണ് തെങ്കാശിയിൽ പാവൂർ ഛത്രത്തിലാണ് ഈ മട്ടൻ സാപ്പാട്. ഗൂഗിൾ മാപ്പിൽ സന്തൈ മട്ടൻ സാപ്പാട് എന്നടിച്ചാൽ കറക്റ്റ് കിട്ടും. അപ്പം മറക്കരുത്, സന്തൈ മട്ടൻ സാപ്പാട് തെങ്കാശിയിൽ ആണ്. മറക്കരുത്, തമിഴ്നാട് തെങ്കാശി മട്ടൻ സ്പെഷ്യൽ ഐറ്റംസ് ആണ് എല്ലാം. നിങ്ങൾ പോയി രുചിക്കുക. തെങ്കാശി കിട്ടിലോൾസ്കി. തെങ്കാശിയിൽ പാവൂർ ഛത്രം, പാവൂർ ഛത്രം. ഈ കടയുടെ പേര് മട്ടൻ സന്തൈ മട്ടൻ കട, സന്തൈ മട്ടൻ. ഇത് ചന്തയാണല്ലേ? സന്തൈ മട്ടൻ, ചന്തയ്ക്കകത്തുള്ള മട്ടൻ കട. ഫേമസ്. എന്താ, എത്ര മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട്? 12:30 തൊട്ട് 2:30 വരെ இருக்கும். എന്തൊക്കെ ഉണ്ട് അവിടെ സ്പെഷ്യല്? മട്ടനും ചോറും. കട ഓണർ പേര് തന്നെ? ലിംഗദുരൈ. എത്ര കൊല്ലമായി തുടങ്ങിയിട്ട്? 35 കൊല്ലം. ഇങ്ങതാണ് ആദ്യം ചന്തയായിട്ട് പോയത്. ചന്തയില് ഒരേ ചന്തയില് ദിവസ ചന്തല്ലേ, ഡെയിലി ചന്ത. അവിടെ കൊണ്ട് പാർസൽ കൊടുക്കുമായിരുന്നു? അല്ല, അവിടെ തന്നെ പാചകം ചെയ്ത് അവിടെ തന്നെ വിളമ്പുമായിരുന്നു. വെളിയിൽ വെച്ച്? അവിടെ കടയായിട്ട് ഓരോ മാർക്കറ്റിലും കടമുണ്ട്. എല്ലാ മാർക്കറ്റിലും ഒരേ ദിവസം പോകും. അതുകൊണ്ടാണ് ഈ കടയുടെ പേര് ചന്തക്കട എന്ന് പറയുന്നത്. ചന്തക്കട. ആദ്യം ഡെയിലി ഓരോ ചന്തയായിട്ട് പോയത് ഇപ്പം ഒരേ ഇടത്തിൽ ഫിക്സഡ് ആയിട്ട് എടുക്കുന്നു. ഇത് ചന്ത തന്നെ? ഇത് ചന്ത തന്നെ. ആദ്യം ഓരോ ചന്തയിലും ഇങ്ങനെ ഡെയിലി മാറി പോയിക്കൊണ്ടിരിക്കും. അവിടെ വെളിയില് കടയിൽ പാചകം ചെയ്ത് അവിടെ തന്നെ കച്ചവടക്കാർക്ക് വേണം പോലെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ സ്റ്റാഫാണ് ദൈവം കഴിക്കുന്നത് കേട്ടോ. അതായത് നമ്മളൊക്കെ പോയി, സത്യം പറഞ്ഞാൽ എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ സ്റ്റാഫ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് നമുക്ക് വിളമ്പുന്നത്. പിന്നെ അവിടുത്തെ ആ രീതി, ഒരു പാത്രത്തിൽ ഫുൾ എല്ല് കറിയാണ്. എല്ലെന്ന് പറയുമ്പോൾ നെല്ലിയും വരും, അല്ലാതെ മട്ടൻ്റെ സാധാരണ വേസ്റ്റല്ല, നല്ല എല്ല് തന്നെയാണ്. ആ എല്ല് കറി മാത്രം കഴിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. അതായത് എല്ല് കറി പാർസലിനും അല്ലാതെ, നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഒരു 12 മണി തൊട്ട് പാർസലിന് ആൾക്കാർ വരാറുണ്ട്. എപ്പോഴും ആ ഒരു ചെറിയ തീ അടുപ്പിലാണ് ഇതിങ്ങനെ വെന്തുകൊണ്ടിരിക്കും. എല്ല് അത് കുറച്ച് ഒരു 2 മണി 2:30 3 മണി വരെയൊക്കെ ഉണ്ട്. പിന്നെ ചോറിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇവിടുത്തെ ആ ഒരു നെയ്ച്ചോറിൻ്റെ രുചിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ആ ചോറിന്. പിന്നെ മൂള, അതായത് ബ്രെയിന് കറിയുണ്ട്. ബ്രെയിന് ഒരു ദിവസം കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ. ബ്രെയിന് സ്ഥിരം വന്ന് കഴിക്കുന്ന ഒരാളുണ്ട്, അത് അവിടെ സെപ്പറേറ്റ് അവർ മാറ്റി വയ്ക്കും അദ്ദേഹത്തിന് വേണ്ടി. പിന്നെ അവിടുത്തെ ആ മട്ടൻ ചുക്ക, ആ മട്ടൻ ചുക്കയുടെ ഗ്രേവി, ഇതെല്ലാം ടേസ്റ്റ് നമ്മളെ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ഒരു ടേസ്റ്റ്, മട്ടൻ്റെയൊക്കെ ഡിഷസിൽ കിട്ടുന്ന ഒരു ടേസ്റ്റ് എനിക്ക് ഈ മട്ടൻ ചുക്കയിൽ കിട്ടി. നമ്മളെ മട്ടൻ പേട്ടൊക്കെ കഴിക്കില്ലേ, അതുപോലെ തന്നെ ലിവർ, മട്ടൻ ചുക്ക, പിന്നെ മട്ടൻ്റെ ബ്ലഡൊക്കെ മിക്സ് ചെയ്തൊരു സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും ബ്രെയിന് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അവിടെ വന്ന് സ്ഥിരം കഴിക്കുന്ന ഒരാൾ കഴിക്കുന്നതാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അവിടെ ഇത്രയും തിരക്കൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ സ്റ്റാഫുകൾ നല്ല പെരുമാറ്റമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മട്ടൻ്റെ ബ്ലഡൊക്കെ മിക്സ് ചെയ്ത സ്പെഷ്യൽ ഐറ്റം. എന്തായാലും അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, അടുത്ത പ്രാവശ്യം ഞാൻ കഴിച്ച് നോക്കും എന്തായാലും പോകുമ്പോൾ. അപ്പോൾ ഇല വന്നു, ചൂട് ആവി പറക്കുന്ന ചോറ്,
ചോറ് കൊണ്ട് തട്ടുമ്പോൾ തന്നെ ഒരു സംഭവമാണ് കേട്ടോ, ഒരു മണം കിട്ടും, അടിപൊളിയാണ്. മണമെന്ന് പറഞ്ഞാൽ ഈ അരിയുടെ പ്രത്യേകതയായിരിക്കും. എനിക്ക് നല്ലൊരു മണം തന്നെ കിട്ടി. പിന്നെ ആ ചോറിൻ്റെ കൂടെ ഇത് ആദ്യം കൊണ്ട് അവർ മട്ടൻ ചുക്ക വെച്ചു, പിന്നെ മട്ടൻ കറി. ഇതാണ് മട്ടൻ സാപ്പാടിൽ അവിടെ ഫേമസ്. 150 രൂപ കൊടുത്ത ഊണും ഈ മട്ടൻ കറി. പറയാതിരിക്കാൻ വയ്യ, വേറെ ലെവലാണ് കേട്ടോ. അത് എനിക്ക് കിട്ടിയ ആ ഫീല്, ഞാനിങ്ങനെ മിക്ക ഹോട്ടലിലും ഇങ്ങനെ കഴിക്കാൻ പോകുന്നതല്ലേ, അപ്പോൾ ആ ഫീല്, ആ മട്ടൻ കറിയുടെ മണവും ആ ചോറിൻ്റെ മണവും ആ കറി ചൂടോടെ കൊണ്ട് ഒഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീല് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ഈ മട്ടൻ കറി ഒഴിച്ച് ഓരോ കൂട്ടാൻ വരാനും. ആ വെയിറ്റ് ചെയ്ത് വായ നിറച്ച് വെള്ളമായിരുന്നു. എന്തായാലും ആ ഒരു അച്ചാറായാലും അവരുടെ സാലഡായാലും ആ ഒരു മുട്ട കൊണ്ട് സെപ്പറേറ്റ് വെച്ച് വീണ്ടും ഗ്രേവി കൊണ്ട് ഒഴിച്ച് എനിക്ക് വയ്യ, ഒരു ഫീൽ തന്നെയായിരുന്നു. ആവി പറക്കുന്ന ചോറിൽ നിന്ന് ആ ഒരു പീസ് എല്ലും നെല്ലി പിന്നെ ഓരോന്നായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതും കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യം പറയണം. വീഡിയോ എടുക്കണതല്ലേ, കൂടെ രണ്ടുപേരും ഉണ്ടായിരുന്നാലും എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു. പിന്നെ ഞാൻ തന്നെ അങ്ങ് തുടക്കമിട്ട് കേട്ടോ, ആവി പറക്കുന്ന ചോറിൽ ആ മട്ടൻ കറിയായിട്ട് ഒരു പിടി പിടിച്ചു, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഒരു മട്ടൻ പ്രേമി എന്ന നിലയിൽ എനിക്ക് ഇതൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വളരെ കുറച്ച് കഴിച്ചിട്ട് ഇനിയും വേറെ സ്ഥലങ്ങളിൽ പോയി, തെങ്കാശിയിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ രുചിച്ച് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്നില്ല. ഞാൻ തെങ്കാശിയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചത് ഈ ഹോട്ടലിൽ നിന്ന് തന്നെയാണ്. ഇവർക്ക് വേറൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട് കേട്ടോ, പുതിയതായിട്ട്. അതിന് അടുത്ത പ്രാവശ്യം പോകുമ്പം പോവാം, സമയമില്ലായിരുന്നു. ഇതിൻ്റെ ഓണർ ഇവിടെ വന്നിട്ട് പുതിയ ബ്രാഞ്ചിലോട്ടാണ് പോയത് കേട്ടോ. എന്തായാലും ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്, ഇനിയും കഴിക്കാൻ ആളുകൾ 3 പേര് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അധികം കഴിക്കാൻ വേണ്ട എന്ന് വിചാരിച്ചതാണ്. എന്തായാലും അവർക്കും വേറൊരു ഊണ് വാങ്ങിക്കേണ്ടി വന്നു. ഞാൻ സൂപ്പറായിട്ട് കഴിച്ചു. പിന്നെ ഇവിടെ സ്ഥിരം വന്ന് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മളെ പാർട്ടികളൊക്കെ തരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഇദ്ദേഹമാണ് ബ്രെയിൻ സ്ഥിരം വന്ന് കഴിക്കുന്നത്. ചോറ് നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു പരമ്പിൽ ഇതേപോലെ ഇട്ട് ഇങ്ങനെ ആവി പറന്നുകൊണ്ടിരിക്കും, മൂടി വെച്ചിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ, ഞാനത് എടുത്തു പറയുന്നു, വൃത്തിയൊക്കെ ഉണ്ട്. ഇതാണ് ഓണറിൻ്റെ വൈഫ്. കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പം മറക്കേണ്ട, സന്തൈ മട്ടൻ സാപ്പാട് തെങ്കാശിയിൽ പാവൂർ ചത്രത്തിലാണ്, തമിഴ്നാട് കിട്ടിലോൾസ്കി.